ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ വിക്ടേഴ്സിൻ്റെ ഫിസിക്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സാണ്. ആദ്യത്തെ അസൈൻമെൻറ്റ് ഇതാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അസ്യൂമിംഗ് ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ോട് പറഞ്ഞിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടാണ്? ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസിനും ഒബ്ജക്റ്റ് വച്ചിരിക്കുന്ന ഹൈറ്റിനും അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ എക്സ്പ്രഷനാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്നാണ്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? മാസിലും ഹൈറ്റിലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് എം, ഹൈറ്റ് എച്ച്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഇനി നമ്മൾ ഇതും വെച്ച് ഒരു സിമ്പിൾ ഇക്വേഷൻ എഴുതുവാണ്. ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് യു ഈക്വൽ ടു എം എച്ച് ജി എന്ന് എഴുതുവാണ്. നമ്മൾ പിന്നീട് ആ ഒരു ഡിമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് ആ ഒരു ഇക്വേഷനിൽ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളൊരു കെ എന്ന് പറയുന്ന ഡിമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ എഴുതുവാണ്. ഒപ്പം ഈ എമ്മിനും എച്ചിനും ജിയിനും 3 അൺനോൺ പവേഴ്സ് കൊടുക്കുവാണ്. നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇങ്ങനത്തെ പവേഴ്സ് ഉണ്ടാകിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പക്ഷെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന മാത്രമാണ്. അപ്പോൾ ആ 3 അൺനോൺ പവേഴ്സിനുള്ള പേരെന്ന് പറയുന്നത് എക്സ്, വൈ ആൻഡ് ഇസഡ് എന്നാണ്. അൺനോൺ പവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എക്സ് എച്ച് റേസ് ടു വൈ ജി റേസ് ടു ഇസഡ്. അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈ ഒരു ഇക്വേഷൻ ഡിമെൻഷനലി കറക്റ്റ് ആണെന്ന്. ഡിമെൻഷനലി കറക്റ്റായ ഒരു ഇക്വേഷൻ എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലുള്ള ടേംസിൻ്റെ ഡിമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം എന്താണ്? യുവിൻ്റെ ഡിമെൻഷൻസ് എന്ന് പറയുന്നത് എം എച്ച് ജിൻ്റെ ഡിമെൻഷൻസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിമെൻഷനൽ ഫോർമുലയായിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ യുവിൻ്റെ ഡിമെൻഷനും എല്ലാത്തിനും ഡിമെൻഷൻ ഇട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? യുവിൻ്റെ ഡിമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഡിമെൻഷൻ എന്തൊക്കെയാണ്? എമ്മിൻ്റെ ഡിമെൻഷൻ, മാസിൻ്റെ ഡിമെൻഷൻ എം തന്നെ. ഹൈറ്റിൻ്റെയോ, ഹൈറ്റ് എന്ന് പറയുന്നത് ലെങ്ത് അല്ലേ, സോ എൽ എന്ന് എഴുതും. ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് നമ്മൾ എൽ ടി റേസ് ടു -2 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ എന്ത് എഴുതണം? അൺനോൺ പവേഴ്സായിട്ട് നമ്മളെടുത്ത എക്സ് വൈ സെഡ് ഒക്കെ ഇതിൻ്റെ ഒപ്പം എഴുതുകയും ചെയ്യണം. ഇനി നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നതൊക്കെ റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതുവാണ്. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് എല്ലൊക്കെ 2 സൈഡിലും 2 ബ്രാക്കറ്റ്സിനകത്തായിട്ടാണ് എല്ലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ് ടി റേസ് ടു -2 ഇസഡ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലുമുള്ള ഡിമെൻഷൻസിൻ്റെ പവർ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എൽ എച്ച് എസിൽ ഇവിടെ നോക്കിയേ, എമ്മിൻ്റെ പവർ എന്താണ്? 1 ആണ്. ആർ എച്ച് എസിലോ എക്സ് ആണ് എമ്മിൻ്റെ പവർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1 ഈക്വൽ ടു എക്സ് എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്ന അൺനോൺ പവറായിട്ട് എടുത്തതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അതുപോലെ മറ്റ് ഡിമെൻഷൻസും അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. അടുത്തത് എൽ എച്ച് എസിൽ ലെങ്ത്തിൻ്റെ പവർ 2 എന്നും ആർ എച്ച് എസിൽ വൈ പ്ലസ് ഇസഡ് എന്നുമാണ്. നമുക്ക് അതുപോലെ തന്നെ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. പക്ഷേ നമുക്ക് വൈയും അറിയില്ല ഇസഡും അറിയില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഡിമെൻഷൻ ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇസഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലുള്ള വൈ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത ഡിമെൻഷനായിട്ടുള്ള ടൈമിൽ എൽ എച്ച് എസിൽ -2 എന്നും ആർ എച്ച് എസിൽ -2 ഇസഡ് എന്നുമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ -2 ഈസ് ഈക്വൽ ടു -2 ഇസഡ്, ഇസഡ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ -2. അത് ക്യാൻസലായിപ്പോയി നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അങ്ങനെ സെഡ് നമുക്ക് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2ൽ ആ ഇസഡിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്ത് വൈ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും അൺനോൺ പവേഴ്സായിട്ട് എടുത്തതിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ആ വാല്യൂസ് കിട്ടിയ വാല്യൂസ് നമ്മൾ നേരത്തെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, എടുത്തില്ലേ? ആ ഇക്വേഷനകത്ത് ഈ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഫോർമുല എന്താണെന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ എക്സ്പ്രഷൻ നമുക്ക് ഈ ഓരോ വാല്യൂസ് പവറായിട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും കിട്ടും. അപ്പോൾ നമ്മൾക്ക് എക്സ്പ്രഷൻ എന്താണ് കിട്ടിയത്? കെ എം ജി എച്ച് എന്നാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അസൈൻമെൻറ്റിലേക്ക് പോകാം. അടുത്ത അസൈൻമെൻറ്റ് ഇതാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ for centripetal force assuming that it depends on mass of the object,
റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഒപ്പം അതിന് അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഇതെന്ന് പറയുന്നത് മാസ്, ഒബ്ജക്റ്റിൻ്റെ മാസിനോടും സർക്കിളുടെ റേഡിയസിനോടും ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയോടും ഡിപ്പെൻഡഡ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്കിനി ആൻസർ നോക്കാം. ആദ്യം ആൻസർ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഗിവൺ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അതൊക്കെ ആദ്യം എഴുതി വെക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് എം, റേഡിയസ് ആർ, വെലോസിറ്റി വി. നമുക്ക് ഇത് വെച്ചൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? എഫ് ഇസ് ഈക്വൽ ടു എം ആർ വി എന്ന് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഡിമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെയും ഇടും. ഒപ്പം ഈ എം ആർ വിക്ക് 3 അൺനോൺ പവേഴ്സ് ഇട്ട് കൊടുക്കും, എക്സും വൈയും ഇസഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതൊരു ഡിമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ 2 സൈഡിലെയും ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ആർ ഹാവ് സെയിം ഡിമെൻഷൻസ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൽ എച്ച് എസിൽ എന്ത് വരും? ഫോഴ്സ് എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ആണല്ലോ. ആർ എച്ച് എസിൽ എങ്ങനെ വരും? എം, അവിടെ ആദ്യം തന്നിരിക്കുന്ന എം റേസ് ടു എക്സ് എന്നാണ്. എം മാസ് ആയതുകൊണ്ട് എം റേസ് ടു എക്സ് എന്ന് തന്നെ എഴുതും. പിന്നെ തന്നിരിക്കുന്ന ആർ റേസ് ടു വൈ. ആർ എന്താണ്? റേഡിയസ്, അപ്പോൾ അതൊരു ലെങ്ത് ആണ്. അപ്പോൾ എൽ റേസ് ടു വൈ. വി എന്താണ്? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡിമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1, അത് ഹോൾ റേസ് ടു സെഡ് എന്ന് നമ്മൾക്ക് ഇക്വേഷൻ കിട്ടും. അങ്ങനെ ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെ കിട്ടും? ആർ എച്ച് എസിൽ എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ്, ടി റേസ് ടു -ഇസഡ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും പവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് അൺനോൺ പവേഴ്സ് ആയിട്ടുള്ള എക്സും വൈയും ഇസഡും ഒക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം എമ്മിൻ്റെ പവർ, എൽ എച്ച് എസിലെ എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയിരുന്നു. ആർ എച്ച് എസിൽ അത് എക്സ് ആണ്. സോ 1 ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇനി എൽ എച്ച് എസിലെ എല്ലിൻ്റെ പവർ 1 ആണ്. ആർ എച്ച് എസിലെ എല്ലിൻ്റെ പവർ വൈ പ്ലസ് ഇസഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എന്താണ്? ടി റേസ് ടു -2 ആണ് എൽ എച്ച് എസിലുള്ളത്. അപ്പോൾ -2 ആണ് എൽ എച്ച് എസിലെ പവർ, -ഇസഡ് ആണ് ആർ എച്ച് എസിലെ പവർ. -2 ഇസ് ഈക്വൽ ടു -ഇസഡ് എന്ന് എഴുതും. മൈനസ് രണ്ടും ക്യാൻസൽ ആയി പോയി. 2 ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന്, അല്ലെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇസഡിൻ്റെ വാല്യൂയും കിട്ടും. ഇനി ആ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഇസഡിൻ്റെ വാല്യൂ 2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ കിട്ടുമല്ലോ. വൈ ഇസ് ഈക്വൽ ടു 1 -2 ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അങ്ങനെ 3 പവേഴ്സിൻ്റെ അൺനോൺ പവേഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കെ എം റേസ് ടു 1, ആർ റേസ് ടു -1, വി റേസ് ടു 2 അല്ലെങ്കിൽ വി സ്ക്വയർ. ഇനി നമ്മൾ ആ ആർ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/r ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എഴുതുമ്പോൾ കെ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഇനി നമുക്ക് അടുത്ത അസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത അസൈൻമെൻറ്റും ഇതുപോലെ തന്നെയാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇൻ ടേംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, മാസ് ഓഫ് ദ സൺ ആൻഡ് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി, പ്ലാനറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. എന്തിൻ്റെ ടേംസിലാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെയും സണ്ണിൻ്റെ മാസിൻ്റെയും ഓർബിറ്റിൻ്റെ റേഡിയസിൻ്റെയും ടേംസിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്കിനി ആൻസർ എന്താണെന്ന് നോക്കാം. ഓർബിറ്റൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് വി എന്നാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ജി, മാസ് എം, റേഡിയസ് ആർ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ വി ഈസ് ഈക്വൽ ടു ജി എം ആർ. ഡിമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ കൂടിയിട്ട് അൺനോൺ പവേഴ്സ് ആയിട്ടുള്ള എക്സ് വൈ സെഡും ജിയും എമ്മിൻ്റെയും ആറിൻ്റെയും കൂടെ ഇടുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഇക്വേഷൻ കിട്ടും? കെ ജി റേസ് ടു എക്സ്, എം റേസ് ടു വൈ, ആർ റേസ് ടു ഇസഡ്. ഇത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക. ശേഷം നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിമെൻഷൻസ് ചെയ്യുക. ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇതിൻ്റെ ഡിമെൻഷൻസ് ഈക്വൽ ആയിരിക്കുമല്ലോ. സോ ഡിമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുക. വീൻ്റെ ഡിമെൻഷൻ വെലോസിറ്റി ആയതുകൊണ്ട് എൽ ടി റേസ് ടു -1 എന്ന് എൽ എച്ച് എസിൽ വരും. ആർ എച്ച് എസിൽ എങ്ങനെ വരും? ജി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡിമെൻഷൻ എം റേസ് ടു -1, എൽ ക്യൂബ്, ടി റേസ് ടു -2, ദ ഹോൾ റേസ് ടു എക്സ്. എം എന്ന് പറയുന്ന മാസ് ആയതുകൊണ്ട് എം റേസ് ടു വൈ. ആർ എന്ന് പറയുന്നത് ലെങ്ത്, റേഡിയസ് ആയതുകൊണ്ട് ലെങ്ത് എന്ന ഡിമെൻഷൻ എടുക്കും, എൽ റേസ് ടു ഇസഡ്. അടുത്ത സ്റ്റെപ്പിൽ എൽ ടി റേസ് ടു -1 എന്ന വെലോസിറ്റിയുടെ ഡിമെൻഷൻ എം റേസ് ടു 0, എൽ ടി റേസ് ടു -1 എന്നായിട്ട് മാറും. എം റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി ആർ എച്ച് എസിൽ എന്താ വ്യത്യാസം വരാം? റീഅറേഞ്ച് ചെയ്യുമ്പോൾ എം റേസ് ടു -x + y എന്ന് വരും, എൽ റേസ് ടു 3x + z എന്നും വരും, ടി റേസ് ടു -2x എന്നും വരും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇക്വേറ്റിംഗ് പവേഴ്സ്, എല്ലാത്തിൻ്റെയും പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. മാസിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 = -x + y എന്ന് കിട്ടും. ലെങ്ത്തിൻ്റെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 = 3x + z എന്ന് കിട്ടും. ടൈമിൻ്റെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -1 = -2x എന്ന് കിട്ടും. അത് എങ്ങനെ ചെയ്യാം? x = -1/-2, മൈനസ് ഒക്കെ ക്യാൻസലായി പോകും, 1/2 എന്ന് x കിട്ടും. ഇനി ആ x കിട്ടിയത് നമുക്ക് 0 = -x + y എന്ന ഫോർമുലയിൽ ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ അതിലിട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് y എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ആ x എന്ന് പറയുന്നത് 1 = 3x + z എന്ന ഫോർമുലയിൽ ഇട്ട് കൊടുത്താലോ z എന്ന് പറയുന്നത് -1/2 എന്നും കിട്ടും. പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ വാല്യൂസൊക്കെ ഇക്വേഷൻ 1 എന്ന് പറയുന്നതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ v = k g⁻², m⁻², r⁻−1/2. ഈ g⁻² എന്ന് പറഞ്ഞാൽ എന്താ? √g, m⁻², √m, r⁻−1/2, 1/√r. മൈനസ് വരുമ്പോൾ അത് 1 റെസിപ്രോക്കൽ ആയിട്ട് മാറും, അതായത് 1/√r എന്ന് വരും. ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴേക്കും k × √gm / √r. രണ്ടിനും റൂട്ട് ഉള്ളതുകൊണ്ട് ഒറ്റ ഹോൾ റൂട്ടായിട്ട് എടുത്തിട്ട് k × √gm / r. അടുത്ത അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഡിമെൻഷണൽ അനാലിസിസ്. ഡിമെൻഷണൽ അനാലിസിസ് എന്ന മെത്തേഡിൽ ചെയ്യുമ്പോൾ വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. So first limitation, dimensional analysis cannot be used in the equations involving trigonometric, logarithmic and exponential functions. Number 2, if the physical quantity depends on more than 3 factors, the formula cannot be derived. The value of constant k cannot be obtained by the method of dimensions. Number 4, this method of dimensions can only test the dimensional validity but not the exact relationship between physical quantities in any equation. It does not distinguish between the physical quantities having same dimensions. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു അസൈൻമെൻറ്റ് കൂടിയുണ്ട്, അതും കൂടി നോക്കാം. അഞ്ചാമത്തെ അസൈൻമെൻറ്റ് ഇതാണ്. ഇൻ ദ റിലേഷൻ p = α/β × e⁻⁴z/k⁻, ദ ഡിമെൻഷണൽ ഫോർമുല ഓഫ് ബീറ്റ ഈസ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് p = α/β × e⁻⁴z/k⁻യിൽ ബീറ്റയുടെ ഡിമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഇതാണ്. p എന്ന് പറയുന്നത് പ്രഷറാണ്, z എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ആൻഡ് θ = ടെമ്പറേച്ചർ. ആൻസർ ഇതാണ്. അപ്പോൾ p = α/β × e⁻⁴z/k⁻. ഹിയർ e എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ഡിമെൻഷൻലെസ് ആയിട്ട് എടുക്കും. അതിൻ്റെ പവറും ഡിമെൻഷൻലെസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് α/z/k⁻ = 1. ഓക്കെ, അപ്പോൾ ആ k⁻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ α/z = k⁻ എന്ന് കിട്ടും. ആൽഫ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മറ്റേ സൈഡിലേക്ക് ബാക്കിയുള്ള കോൺസ്റ്റൻസ് ഒക്കെ എടുക്കുമ്പോഴേക്കും k⁻ / z എന്ന് കിട്ടും. ആൽഫ = k⁻ / z. k എന്ന് പറയുന്നത് എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ mL²T⁻² k⁻⁻1 എന്ന് ഇടും. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആയതുകൊണ്ട് k എന്നിടും. ആൻഡ് z എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ലെങ്ത് എന്ന ഡിമെൻഷൻ എടുക്കും. സോ /L. ഇതൊക്കെ കൂടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് mL⁻² എന്ന് കിട്ടും ആൽഫയുടെ വാല്യൂ. ഇനി നമുക്ക് p = α/β × 1. ആ 1 വന്നത് എന്താണ്? ഡിമെൻഷൻലെസ് ആയതുകൊണ്ടാണ്. സോ p = α/β. ബീറ്റ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബീറ്റ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് മറ്റേ സൈഡിലേക്ക് എടുക്കുമ്പോൾ ബീറ്റ = α/p. ആൽഫ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? mL⁻² പ്രഷർ, അല്ലെങ്കിൽ p എന്താണ്? mL⁻⁻1 T⁻⁻2 എന്നത്. അതും കൂടി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് L² എന്ന് കിട്ടും. L² എന്ന് പറയുന്നത് എന്താണ്? m⁻0 L² T⁻0. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള m⁻0 L² T⁻0 എന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇന്ന് കുറച്ച് കൂടുതൽ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.